അപ്പം നമ്മളിന്ന് ഈ നാട്ടുവഴിയും പാടവും ഒക്കെ കടന്ന് ചെല്ലാൻ പോകുന്നത് 5000 വർഷം പഴക്കമുള്ള ജൈനക്ഷേത്രമെന്നും ഗുഹാക്ഷേത്രമെന്നും ഒക്കെ വിളിക്കപ്പെടുന്ന നമ്മുടെ സ്വന്തം കല്ലിൽ ക്ഷേത്രത്തിലേക്കാണ്. ഈ കാണുന്ന സ്റ്റെപ്പ് മൊത്തം കയറിയിട്ടാണ് നമ്മളവിടെ എത്തുന്നത്. ഇത് ശരിക്കും നമുക്ക് വണ്ടി അമ്പലത്തിൻ്റെ തൊട്ട് താഴെ വരെയുള്ള പടവുകളുടെ അവിടെ വരെ കൊണ്ടുപോകാം. പക്ഷേ നമുക്കിന്ന് ഈ കൽപ്പടവുകളൊക്കെ കയറി ശാസ്ത്രീയപരമായി ചെല്ലാമെന്ന് നമ്മൾ വിചാരിക്കുന്നു. അപ്പം അങ്ങ് പോകാം. എനിക്കിവിടുത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്താ വെച്ചാൽ എല്ലാവരും ഇങ്ങനെ അവിടെ ഇവിടെ വേസ്റ്റ് വലിച്ചെറിയരുത്, ഇടരുത് എന്നൊക്കെ പറയുമെങ്കിലും നമ്മളെവിടെ ഇടണം എന്നുള്ളൊരു സംഭവം എന്താ പറയുക, നമ്മുടെ ഇവിടുത്തെ എല്ലാ സ്ഥലങ്ങളിലും വളരെ കുറവാണ്. പക്ഷേ ഇവിടെ കണ്ടൊരു കാര്യമാണ്, നമ്മൾ പോകുന്ന വഴിക്ക് മിനിമം ഒരു 4 വേസ്റ്റ് ബിന്നെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് ഇവിടുത്തെ ഭാരവാഹികൾ ചെയ്ത നല്ലൊരു കാര്യമാണ്. അപ്പോൾ അതാ ഈ കാണുന്ന ഇവിടം വരെ നമുക്ക് വണ്ടി എത്തും. പിന്നെ ഇങ്ങോട്ട് ഈ കാണുന്ന സ്റ്റെപ്പ് കയറി തന്നെ വേണം. അപ്പോൾ ഇതൊരു 120ഓളം വരുന്ന സ്റ്റെപ്പുകളുണ്ട് മൊത്തത്തിൽ നോക്കിക്കഴിയുമ്പോൾ. എല്ലാം തന്നെ കൽപ്പടവുകളാണ്. ഇതിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ നോട്ടീസ് ബോർഡിൽ എഴുതി വെച്ചിട്ടൊക്കെ ഉണ്ട്, ഗുഹാക്ഷേത്രമാണ്, അതിൻ്റെ ഇമ്പോർട്ടൻസ് ഒക്കെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് നോക്കിയാൽ കാണാം ചുറ്റും എന്താ പറയുക, പാറയും കാടും മാത്രമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. 28 ഏക്കറോളം വിസ്താരമുള്ള കാടിനൊത്ത നടുവിലായിട്ട് ഒരു കുന്നിൻ മുകളിലാണ് കല്ലിൽ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ആദ്യകാലത്ത് ജൈനമതത്തിലെ തീർത്ഥങ്കരനായിരുന്ന വർദ്ധമാന മഹാവീരൻ്റെയും പാർശ്വനാഥൻ്റെയും പത്മാവതി ദേവിയുടെയൊക്കെ പ്രതിഷ്ഠയായിരുന്നു ഇവിടെ നിന്നാണ് കേട്ടത്. പിന്നീട് 9ാം നൂറ്റാണ്ടിലാണ് നമ്മുടെ ഹിന്ദു ആചാരപ്രകാരത്തിലേക്ക് മാറിയതും. പിന്നീട് പത്മാവതി ദേവി ദുർഗയായും പാർശ്വനാഥൻ മഹാദേവനായും മഹാവീരൻ നാഗേക്ഷിയായിട്ടായിരുന്നു ആദ്യം. എന്നാൽ ഇപ്പോൾ അത് മഹാവിഷ്ണു സങ്കല്പത്തിലേക്ക് വരികയും തീർത്ഥങ്കരൻ ബ്രഹ്മാവായിട്ടുമാണ് ഇപ്പോൾ ഈ സങ്കല്പത്തിലാണ് ഇവിടെ പൂജിച്ചു വരുന്നത്. ഇതൊക്കെ ദേവപ്രശ്നത്തിൽ തെളിഞ്ഞ് എന്താ പറയുക, മാറി മാറി വന്നൊരു പൂജ ഇതാണെന്നാണ് തിരുമേനിമാർ പറഞ്ഞത്. ഈ ഒന്നിനും ഇത് ഇങ്ങനെ ഒന്നായിട്ട് ഇങ്ങനെ മുകളിലിരിക്കുന്ന കല്ലുകളൊക്കെ ഇവിടെ വരുന്ന വിശ്വാസികളുടെയൊക്കെ എന്താ പറയുക, ഒരു വീടിന് വേണ്ടിയിട്ടുള്ള ആഗ്രഹങ്ങളാട്ടോ ഈ കാണുന്നത് മൊത്തം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു വിശ്വാസമാണ്, 3 കല്ലെങ്കിലും ഇങ്ങനെ ഒന്നിന് മുകളിൽ ഒന്നായിട്ട് വച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അങ്ങനെ വച്ചിട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ വീട് പണിക്ക് നേരിടുന്ന ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലേശങ്ങളോ എന്തെങ്കിലും ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിൽ അത് 1 വർഷത്തിനുള്ളിൽ മാറി നമ്മൾ വീട് വയ്ക്കും എന്നാണ് ഇവിടുത്തെ ഒരു വിശ്വാസം. അങ്ങനെ ഒന്നല്ല, ഒത്തിരി പേരുണ്ടെന്ന് നമുക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. പിന്നെ ഇവിടുത്തെ ഒരു പ്രധാന വഴിപാടാണ് ചൂല് നേദിക്കൽ. അത് ചൂല് മുടി വളരാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ആൾക്കാർ വഴിപാടായിട്ട് നടത്തുന്നത്. അപ്പം ഇവിടുത്തെ തിരുമേനി ഇങ്ങനെ തമാശയായിട്ട് പറഞ്ഞു, ചിലർ കടയിൽ നിന്ന് മേടിച്ച് കൊടുക്കും, അപ്പോൾ കടയിൽ നിന്ന് തന്നെ വിഗ് മേടിച്ച് വയ്ക്കണം എന്നൊക്കെ നമ്മൾ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വഴിപാട് കഴിക്കുമ്പോൾ ഇരുമ്പ് തൊടാതെ, അതായത് നമ്മുടെ കൈ കൊണ്ട് തന്നെ പച്ചയിറക്കിൽ കീറി ചൂലാക്കി കെട്ടിക്കൊണ്ട് ദേവിക്ക് നേദിക്കണം എന്നാണ്. ശരിക്കും ഈ വഴിപാട് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇതാണ് ആ ഭീമാകാരനായ കല്ല്. നിങ്ങൾക്ക് നോക്കിയാൽ അറിയാൻ പറ്റും. നമുക്ക് എവിടെയും ഇതൊന്ന് സ്പർശിക്കുന്നതായിട്ട് തോന്നുന്നില്ല. ചിലപ്പോൾ അതിൻ്റെ ഉള്ളിൽ വല്ല സ്പർശിക്കാൻ ഉണ്ടാവുമോ എന്നറിയില്ല. എന്തായാലും നമുക്ക് പുറത്തുനിന്ന് നോക്കുമ്പോൾ എന്താ പറയുക, ഇത്രയും വലിയ കല്ല് താങ്ങി നിൽക്കാനുള്ള ഒരു സ്ഥലത്തും തൊട്ടിട്ടില്ല. അപ്പോൾ അതൊരു വലിയൊരു എന്താ പറയുക, ചുരുളയ്യാത്ത രഹസ്യമായിരിക്കണം. ഇവിടുത്തെ ദേവിക്കൊരു ഐതിഹ്യമുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ട് കാട്ടിനുള്ളിലെത്തിയ നാട്ടുകാരായ ചില ആളുകൾ അസാമാന്യ സൗന്ദര്യമുള്ളൊരു സ്ത്രീയെ കാട്ടിനുള്ളിൽ കണ്ടു അത്രേ. അപ്പോൾ കല്ലുകൊണ്ട് അമ്മാനമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന അവരെ അടുത്ത് ചെന്ന് കാണാനൊരാഗ്രഹം. അടുത്ത് ചെന്ന് കാണാൻ പോയപ്പോഴത്തേക്കും കല്ലുകളൊക്കെ മുകളിലേക്ക് എറിഞ്ഞ ആ സ്ത്രീ ഒരു ഗുഹയിൽ ഒളിച്ചു അത്രേ. ചൈതന്യവതിയായ ആ സുന്ദരിയാണ് കല്ലിൽ ഭഗവതിയായിട്ട് അരുളുന്നതെന്നാണ് ഇപ്പോഴത്തെ വിശ്വാസം. അങ്ങനെ ദേവി എറിഞ്ഞ കല്ലുകളിൽ താഴേക്ക് വീണ കല്ല് ഇരിപ്പിടവും മുകളിലേക്ക് വീണത് മേൽക്കൂരയുമായി മാറി എന്നാണ് സങ്കല്പം. ഇതിൻ്റെ പുറകിലേക്ക് കാണുന്ന സ്റ്റെപ്പുകളാട്ടോ ഈ കാണുന്നത്. ഇതിൻ്റെ പുറകിലേക്ക് നമുക്കിങ്ങനെ കുറേ നടക്കാം. ചുറ്റും കാടാണ്, ചുറ്റും എന്താ പറയുക, ഈ പറഞ്ഞ 28 ഏക്കർ വനപ്രദേശമാണ് ഈ കാണുന്നത്. നമുക്ക് കുന്നിൻ്റെ മുകളിലായതുകൊണ്ട് സൂക്ഷിച്ചു വേണം ഇതെല്ലാം വരുന്നവരൊക്കെ നടക്കാനൊക്കെ. ഇവിടുത്തെ പാറക്കല്ലുകളിലൊക്കെ രൂപങ്ങളുണ്ട്. ആ രൂപങ്ങളൊക്കെയാണ് ഇവിടെ ജൈനക്ഷേത്രമായിരുന്നു എന്നുള്ളതിനെ സാധൂകരിക്കുന്ന
തെളിവുകളായിട്ട് ഇവിടെ കാണുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂക്കും ചെവിയൊക്കെ നീണ്ട് ചമ്രം പടിഞ്ഞ് നമ്മൾ കാണാറുണ്ടല്ലോ ജൈന മതക്ഷേത്രത്തിലെ എന്താ പറയുക അവർ ആരാധിക്കുന്ന രൂപങ്ങളുടെ സാദൃശ്യമുള്ള രൂപങ്ങളാണ് ഇവിടുത്തെ പാറക്കല്ലുകളൊക്കെ കൊത്തി വെച്ചേക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ മരമൊക്കെ കൊണ്ട് എന്ത് വലിയ മരം, പക്ഷെ ഇതൊന്നും മണ്ണിലല്ല നിൽക്കുന്ന, എല്ലാം കല്ലിൻ്റെ പുറത്താണ് നിൽക്കുന്നത്. എന്തായാലേ അപ്പോൾ നമ്മൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് കുറച്ച് ഫ്രണ്ടിലേക്ക് ഇങ്ങനെ പോയി കഴിയുമ്പോൾ അമ്പലക്കുളം കാണാൻ പറ്റും. ഇങ്ങനെ മൊത്തം പൊട്ടിപ്പൊളിഞ്ഞൊക്കെ കിടക്കുകയാണ്, പക്ഷെ എന്തോ ഒരു ഭംഗിയുണ്ട്. നമുക്കൊരു അനന്തഭദ്രം വൈബൊക്കെ കിട്ടുന്നൊരു സ്ഥലമാണ്. എന്തായാലും ട്രക്കിംഗ് ഇഷ്ടമുള്ളവർക്കോ അല്ലെങ്കിൽ പ്രകൃതി ഭംഗി ആസ്വദിക്കാനുള്ളവർക്കോ അല്ലെങ്കിൽ രാവിലെ എന്താ പറയുക അമ്പല ദർശനമൊക്കെ ഇഷ്ടമുള്ളവർക്കോ ഇപ്പോൾ വിശ്വാസിയാണെങ്കിലും വിശ്വാസി അല്ലെങ്കിലും എല്ലാവർക്കും ഉള്ള എന്തെങ്കിലുമൊക്കെ ഇവിടുത്തെ ദേവി കരുതി വെച്ചിട്ടുണ്ട്. അതുമാത്രമല്ല എറണാകുളം ജില്ലയിലെ ഒരു പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രവും പിന്നെ കേരള പുരാവസ്തു വകുപ്പിൻ്റെ കീഴിലുള്ള ഒരു സംരക്ഷിത സ്മാരകമൊക്കെ ഇവിടെ നമ്മുടെ ഇവിടെ ഉണ്ടായിട്ട് നമ്മൾ കാണാണ്ടിരിക്കണ മോശമല്ലേ. അപ്പോൾ എന്തായാലും പ്ലീസ് ഡു വിസിറ്റ്, ഇറ്റ്സ് എ മസ്റ്റ് വിസിറ്റ് പ്ലേസ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.